ഹാഷിമിന് ഇങ്ങനെ ഒരു പുത്രൻ മദീനയിൽ വളരുന്ന കാര്യം മക്കയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും അറിയില്ലായിരുന്നു. ഹാഷിമിൻ്റെ 3 സഹോദരങ്ങളായിരുന്നു. ഒന്ന് അബ്ദുഷംസ്, ഒന്ന് മുത്തലിബ്, മറ്റൊരാൾ നൗഫൽ. ഇവർ 3 പേരുമാണ് ഹാഷിമിൻ്റെ സഹോദരന്മാർ. ഇതിൽ മുത്തലിബ് എന്ന സഹോദരൻ ഒരിക്കൽ എന്തോ ആവശ്യത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി. ആ സമയം അദ്ദേഹം സഹോദരൻ്റെ ഭാര്യയായ സൽമയുടെ വീട് അദ്ദേഹം സന്ദർശിച്ചു. വീട്ടിലെത്തിയ സമയം അദ്ദേഹം ഷൈബ എന്നറിയപ്പെടുന്ന തൻ്റെ സഹോദരപുത്രനെ അവിടെ വെച്ചു കണ്ടു. കണ്ട ഉടനെ തന്നെ ആ കുട്ടിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയം കരഞ്ഞു. അവസാനം സൽമയോട് പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ ഉടൻ തന്നെ മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കേട്ട സൽമ അതിന് വിസമ്മതിച്ചു. ഒരുപാട് നേരത്തെ നിർബന്ധത്തിന് വഴങ്ങി അവർ തൻ്റെ മകനെ അവർക്കൊപ്പം പറഞ്ഞയക്കാൻ സമ്മതിച്ചു. അങ്ങനെ സഹോദരനായ ഹാഷിമിൻ്റെ മകനുമായി മുത്തലിബ് ഒരു ഒട്ടകപ്പുറത്ത് കയറി മക്കയിലേക്ക് പോവുകയാണ്. അദ്ദേഹം മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ കരുതിയത് മുത്തലിബിൻ്റെ കൂടെയുള്ള ആ കൗമാരക്കാരൻ മുത്തലിബ് മദീനയിൽ നിന്നും വാങ്ങിയ അടിമയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അവർ മുത്തലിബിൻ്റെ അടിമ, അതായത് അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഷൈബ എന്ന കുട്ടി അബ്ദുൽ മുത്തലിബ് ആയി മാറിയത്. മുത്തലിബ് ആ പേര് തിരുത്തിയെങ്കിലും അവർ ആദ്യം വിളിച്ച ആ പേര് തന്നെ നിലനിന്നു. പിന്നീട് ഹാഷിമിൻ്റെ സഹോദരൻ മുത്തലിബ് ആണ് അബ്ദുൽ മുത്തലിബിനെ വളർത്തിയത്. അവസാനം ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ മുത്തലിബ് മരണപ്പെട്ടു. ശേഷം എല്ലാ ചുമതലകളും അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. അങ്ങനെ യുവാവായിരിക്കുന്ന സമയം അദ്ദേഹം ബനു സഹ്റ ഗോത്രത്തിൽ നിന്നും ഹാല എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അവരിൽ 10ഓളം സന്താനങ്ങൾ പിന്നീട്